ഈ കള്ളക്കളിയൊക്കെ നമുക്ക് പൊളിക്കണ്ട കണ്ണേട്ടാ. ഏയ് അതുവരെ ഒന്നും പോകില്ലെന്നേ. ഇപ്പോ അമ്മയെ കാണാൻ തന്നെ വലിയ വിഷമം. ലക്ഷ്മിയെ സ്നേഹിക്കാത്ത, എനിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തരുന്ന തന്റെ ഏട്ടനെ എനിക്കിഷ്ടം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ ഉണ്ണി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അവരുടെ കള്ളക്കളി പൊളിക്കാൻ. അപ്പൊ ഉണ്ണി നമ്മുടെ കണ്ണന്റെ മുറിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഒരു എന്താ പറയാ ഒരു ആകാംക്ഷ, കണ്ണൻ അവിടെ സംസാരിക്കുന്നത് കേട്ടിട്ട് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണി. എന്താണ് കണ്ണൻ ഫോണിൽ സംസാരിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ നമ്മുടെ കണ്ണൻ വിളിക്കുന്നത് മഹാലക്ഷ്മി ആയിരിക്കും. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എത്ര നാൾ ഈ ഒളിച്ചുകളി മുന്നോട്ട് കൊണ്ടുപോകും കണ്ണേട്ട, ഇതൊക്കെ നമുക്ക് നിർത്തണ്ടേ എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ടേ, ഓ ഇപ്പൊ അമ്മനെ തന്നെ കാണാതിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ അമ്മയും കുഞ്ഞിനെയും ഒരുമിച്ച് ഞാൻ കാണാതിരിക്കാൻ എനിക്ക് പറ്റുമോ? അതിന് ഞാൻ എന്തായാലും അനുവദിക്കില്ല, അതിക്ക് മുമ്പ് ഞാൻ ഇതൊക്കെ നിർത്തും എന്ന് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ടേ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉണ്ണി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഉണ്ണിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഉണ്ണി ഒരു ഭ്രാന്ത് പിടിച്ച നിലയിലാണ് നടക്കുന്നത്. എല്ലാം മനസ്സിലായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ ഉണ്ണി ഉണ്ണിയുടെ മുറിയിൽ ചെന്നിട്ട് ഇങ്ങനെ വട്ട് പിടിച്ച പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ കരുണ പറയുന്നുണ്ട്, ഓ നിങ്ങളിപ്പോ വലിയ സംശയരോഗിയാണല്ലോ, എന്നെയും കണ്ണേട്ടനെയും ചേർത്തിനെ നിങ്ങൾ കഥകൾ ഉണ്ടാക്കോ? ശരിയാ, എനിക്കിപ്പോ കണ്ണേട്ടനെ ഇഷ്ടാ. മഹാലക്ഷ്മിയെ സ്നേഹിക്കാത്ത, എനിക്ക് ഒത്തിരി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തരുന്ന കണ്ണേട്ടൻ ഇപ്പൊ എനിക്ക് ഇഷ്ടാ എന്നിങ്ങനെ പറയുകയാണ്. ദൈവമേ, ഇനി കരുണയുടെ തീരുമാനം എന്തായിരിക്കും ആവോ? ഇനി ഞാൻ കണ്ണേട്ടനെ കെട്ടിക്കോളാം, എനിക്ക് ഉണ്ണിയേട്ടനെ വേണ്ട എന്ന് പറയുമോ ആവോ നമ്മുടെ കരുണ? അല്ലെ കൂട്ടുകാർ, എന്തായാലും കരുണയുടെ സ്വഭാവം നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല അല്ലെ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.